ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന 2 റോൾസ് റോയ്സ് ഉണ്ട്. അപ്പോൾ 2 റോൾസ് റോയ്സിൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു റോൾസ് റോയ്സിൻ്റെ ഗോസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് 2015 മോഡൽ റോൾസ് റോയ്സിൻ്റെ ഗോസ്റ്റാണ്. അപ്പോൾ ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന സർവീസിനും അതേമാതിരി തന്നെ സസ്പെൻഷൻ്റെ വാണിംഗ് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സസ്പെൻഷൻ്റെ വാണിംഗ് എന്ന് പറഞ്ഞാൽ ചേസിസ് വാണിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അതേമാതിരി തന്നെ ഇതിൻ്റെ സെൻട്രൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞ് ചേസിൻ്റെ വാണിംഗ് കാണാം. അതേമാതിരി തന്നെ ഈ വാഹനം നമ്മൾ ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ വാഹനം ചേസിൻ്റെ വാണിംഗ് വന്നു കഴിഞ്ഞാൽ ഈ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്പോർട്ട് മോഡിലോട്ട് മാറുന്നതാണ്. അപ്പോൾ സസ്പെൻഷൻ ഓട്ടോമാറ്റിക് ട്രാൻസ്പോർട്ട് മോഡിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചിൻ്റെ അകത്ത് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. ഇതാണ് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോർമലായിട്ട് 3 ലൈറ്റ് കത്തേണ്ടതാണ്. ആ 3 ലൈറ്റും കത്തിയിട്ടില്ല. 3 ലൈറ്റ് കത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ നോർമലാണെങ്കിൽ ഒരു ലൈറ്റ് കത്തണം. അതേമാതിരി തന്നെ നമ്മൾ ഏത് പൊസിഷനിലോട്ടാണ് മാറ്റുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ലൈറ്റ് സ്വാഭാവികമായിട്ടും മാറണം. അപ്പോൾ അതിപ്പം വർക്ക് ചെയ്യുന്നില്ല. അതേമാതിരി തന്നെ നമ്മൾ ഡയഗ്നോസ് ചെയ്തപ്പോൾ കണ്ടിരിക്കുന്ന ഫോൾട്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ് റിയർ ആക്സിൽ കൺട്രോൾ ഇംപ്ലോസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള റൈഡ് ഹൈറ്റ് കൺട്രോളിൻ്റെ അകത്ത് EHCയിൽ ഒരു ഫോൾട്ട് ഉണ്ട്. അപ്പോൾ അതേമാതിരി തന്നെ ഈ വാഹനം നമ്മൾ സസ്പെൻഷൻ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ലിഫ്റ്റിൽ ഉയർത്തി നമ്മൾ ലിഫ്റ്റിൽ ഉയർത്തി നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എയർമാറ്റിക്കിൻ്റെ കംപ്രസർ എവിടെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതേമാതിരി തന്നെ ഇതിൻ്റെ ലെവൽ സെൻസറാണ് ഈ കാണുന്നത്. സസ്പെൻഷൻ്റെ റൈഡ് ആയിട്ട് ലെവൽ സെൻസറാണിത്. അപ്പോൾ ഇത് 4 വീലിലും 4 സസ്പെൻഷനിലും ഓരോന്ന് വീതം കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ലെഫ്റ്റിലെ റിയർ 2ഉം ലോവർ ആമിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഫ്രണ്ട് 2ഉം ഇതിൻ്റെ അപ്പർ ആമിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അപ്പർ ആം ഈ വശത്ത് കാണാൻ സാധിക്കുന്നില്ല, ഇതിൻ്റെ പുറകുവശത്താണുള്ളത്. അപ്പോൾ ഞാൻ അതും കൂടി നിങ്ങളെ കാണിച്ചു തരാം. നോർമലായിട്ട് ഇതിൻ്റെ റിയറിലാണ് വരുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ, ഇതിൻ്റെ മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെവൽ സെൻസർ കാണാം. ഇതാണ് ഇതിൻ്റെ ലെവൽ സെൻസർ. ഇത് 4 വീലും എയർമാറ്റിക് സസ്പെൻഷനാണ്. അപ്പോൾ 4 വീലിലോട്ടും ഇതിൻ്റെ ലെവൽ സെൻസറും കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ 4 വീലിലോട്ട് പോകേണ്ട ഹോസുകളും കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പം ഇതിൻ്റെ എയർമാറ്റിക് കംപ്രസർ വരുന്നത് വാഹനത്തിൻ്റെ ഏറ്റവും പുറകിലാണ്. അപ്പോൾ ഏറ്റവും പുറകിലായിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ എയർമാറ്റിക് കംപ്രസർ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പുറകിലുള്ള ഈ കറുത്ത കവർ നമുക്ക് ഊരണം. അപ്പോൾ ഊരിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ കംപ്രസർ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് അഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 8ൻ്റെ ബോക്സും അതേമാതിരി തന്നെ 10ൻ്റെ ബോക്സും ആവശ്യമാണ്. കാരണം ഇതിൻ്റെ അകത്ത് 4 പ്ലാസ്റ്റിക് നട്ട് വരുന്നുണ്ട്. അതേമാതിരി തന്നെ 4 മെറ്റൽ സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ മെറ്റൽ സ്ക്രൂ 8ൻ്റെതും പ്ലാസ്റ്റിക് നട്ട് 10ൻ്റെതുമാണ്. അപ്പോൾ അത് 2 ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആനന്ദും അത് ഊരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഊരിയതിന് ശേഷം അതിൻ്റെ അകത്തായിട്ട് ഒരു റബ്ബറും കൂടി കാണാം. കാരണം അത് വൈബ്രേഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ടും അതേമാതിരി സൗണ്ട് കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്ത് ഒരു സ്പോഞ്ച് പോലെ തന്നെ ഒരു റബ്ബർ കൊടുത്തിട്ടുണ്ട് ആ കംപ്രസറിന് അടിയിലായിട്ട്. ഇതാണ് അതിൻ്റെ സാധനം. അപ്പോൾ സൗണ്ട് കുറക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്, വൈബ്രേഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ആ റബ്ബർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർമാറ്റിക് സസ്പെൻഷൻ്റെ കംപ്രസർ. അതേമാതിരി തന്നെ അതിൻ്റെ വാൾ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വീലിലോട്ട് പോകുന്നതിൻ്റെ വാൾ ബ്ലോക്കാണ് ആ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് 4 വീലിലോട്ടുള്ള എയർ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ കവറ്, ഇതാണ് അതിൻ്റെ കംപ്രസർ. അതേമാതിരി തന്നെ സൈഡിലുള്ളത് വാൾ ബ്ലോക്ക്. അപ്പോൾ ഈ വാൾ ബ്ലോക്ക് 4 വീലിലോട്ടും കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതാണ് റിയർ ലെഫ്റ്റ്, റിയർ റൈറ്റ് ഏതാണ്, ഫ്രണ്ട് റൈറ്റ് ഏതാണ്, ഫ്രണ്ട് ലെഫ്റ്റ് ഏതാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ നമുക്ക് ഏത് വീലിലാണ് കുറവ്, എയർ പാസ് ചെയ്യുന്നില്ല, അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റെബിലൈസർ ബാർ വരുന്നത് ഹൈഡ്രോളിക് ടൈപ്പാണ്. സ്റ്റെബിലൈസർ ബാർ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഫ്രണ്ടിലും റിയറിലും ഹൈഡ്രോളിക് ബാർ വരുന്നുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ ആക്ച്വേറ്റർ അതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ ആക്ച്വേറ്ററാണിത്. അപ്പോൾ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ കഴിയുന്ന വീഡിയോ എന്തൊക്കെയാണ് മാറിയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ഈ വാഹനത്തിൽ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്, അതേമാതിരി തന്നെ എന്താണ് കോമൺ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നോർമലായിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കിട്ടിയ കംപ്ലൈൻറ്റുകളെല്ലാം തന്നെ ഇതിൻ്റെ കൺട്രോൾ വാൾവ്, കംപ്രസർ, ഷോക്ക് അബ്സോർബർ, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഈ ഫോൾട്ടിന് എന്തായിരിക്കും നമ്മൾ റിപ്ലേസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഉടൻ തന്നെ എന്താണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ കൂടുതൽ ജർമ്മൻ വാഹനങ്ങളുടെയൊക്കെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ.